ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഗുണ്ടുമണി പോലത്തെ ദോശയാണ് ട്ടോ ഇത്. ബൺ ദോശയാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുക്കണത്. ഉഴുന്നൊന്നും ചേർക്കാണ്ടാണ് ഈ ഒരു ദോശ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസ്റ്റ് അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. ബേക്കിംഗ് സോഡ അതൊന്നും ചേർക്കാണ്ടാണ് ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്കും ഹൈപ്പും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഒരു ബൺ ദോശ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഞാനിത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏത് പച്ചരി വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ കൂടി പോകണ്ട കേട്ടോ, വളരെ കുറച്ച് മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു അരി ഒന്ന് കുതിർക്കാനായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഇതൊരു 4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. അരി നല്ലോണം കുതിർന്ന് വരണം കേട്ടോ, എന്നാലാണ് നമുക്കിത് കറക്റ്റായിട്ട് അരച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് കുതിർന്ന് വരട്ടെ. 4 മണിക്കൂറിന് ശേഷം അരി നല്ലോണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അരി മൊത്തത്തിൽ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒറ്റ പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അരി മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോണത് അവലാണ്. ഞാനിവിടെ 1/2 കപ്പോളം വെള്ള അവലാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണത്. കനം കുറഞ്ഞിട്ടുള്ള അവലുണ്ടല്ലോ, അതാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ അവൽ ഞാനിവിടെ കുതിർക്കാണ്ടാണ് ചേർക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലോട്ടൊരു 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ അതൊന്ന് അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ മാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു പരുവത്തിൽ വേണം കേട്ടോ നമുക്ക് ഈ ഒരു ബൺ ദോശയ്ക്കുള്ള മാവ് റെഡിയായി കിട്ടാനായിട്ട്. നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ മാവ് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ടൊക്കെ അല്ലേ അരച്ചെടുക്കുക. ഇത് കുറച്ച് തിക്കായിട്ട് വേണം അരച്ചെടുക്കാൻ. എടുത്തിട്ടുള്ള മാവിന് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ടൊക്കെ മാവ് ഉണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല. കറക്റ്റ് പാകത്തിന് തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോണത് രാവിലെയാണ് കേട്ടോ. അപ്പോൾ തലേദിവസമാണ് ഈ ഒരു മാവ് അരച്ച് വെക്കണത്. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. പിറ്റേ ദിവസം രാവിലെ മാവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലോണം തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈസ്റ്റ് സോഡാപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കാണ്ട് തന്നെ ഈ ഒരു പരുവത്തിൽ ഇതായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ ഒരു മാവിലോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ അളവിലാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്ന ഭാഗം എൻ്റെയൊക്കെ ഒന്ന് കട്ടായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു വലിയൊരു സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടെ നമുക്ക് ഒരുപാട് ഇങ്ങനെ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർക്കാം. അതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ ഉണക്കമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉണക്കമുളക് ചതച്ചതിന് പകരമായിട്ട് ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ഞാനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഉണ്ടല്ലോ അതിലേക്കൊന്ന് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കണില്ല കേട്ടോ, കുറച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ ഒരു ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊന്ന് വെതറി കൊടുക്കാനും വേണ്ടിയിട്ട് ഒരല്പം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് വെച്ചിട്ട് ദോശ തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പരത്തിയെടുക്കുകയൊന്നും ചെയ്യരുത്. ഇത് ബൺ ദോശയല്ല, അപ്പോൾ കുറച്ച് കനത്തിലാണ് കേട്ടോ നമുക്കിത് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചൊന്ന് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു ദോശ വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഒരു സൈഡൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൂടെ കൊടുക്കാം.
മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുമ്പോഴേക്കും ഇത് നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേ ഫസ്റ്റത്തെ ബൺദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം. ഇവിടെ എടുത്തിട്ടുള്ള 2 കപ്പ് പച്ചരി കൊണ്ട് ഏകദേശം ഒരു 9 ബൺദോശ വരെ തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതെ നല്ല അടിപൊളി ടേസ്റ്റും കാണാൻ നല്ല ഭംഗിയുള്ള ബൺദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാതും റെഡിയാക്കിയിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ബൺദോശയാണ്. ഇതിൻ്റെ ഉള്ളൊക്കെ ഇങ്ങനെ ആരെടുത്ത പോലെയാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിന് പ്രത്യേകിച്ച് ഒരു കറിയൊന്നും വേണ്ട കേട്ടോ. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. ഇവിടെ തക്കാളി ചട്നിയും അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇത് കറിയില്ലാണ്ടും നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.